എന്റെ കൂടെ 5 സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. സിസ്റ്റർ നമ്മളുടെ കൂടെ അനക്ക് എത്രയാണ് ഏജ്? എനിക്ക് 22. കൂട്ടി പറയല്ലേ ഉള്ളത് പറയും, സത്യം പറയും. 20 ശരിക്കും പറ. ചെക്കന് 20 വയസ്സാണ്. ചെക്കനൊരു നല്ലൊരു മാച്ച് ആയിട്ടുള്ള ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെ? ബലൂൺ വെച്ച്. എങ്ങനെ? സംഭവം ഹാർഡ് ബലൂൺ. അങ്ങനെ നമ്മള് ആരെങ്കിലും ഗേൾസിനെ കണ്ടുപിടിച്ച് അവരെ ബലൂൺ കൊടുക്കും. എന്നിട്ട് നിങ്ങളെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നിങ്ങളെ മാച്ച് ആവേണ്ട നോക്കും. നിനക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഭാവി വധുവിനോട് അല്ലെങ്കിൽ ഭാവി പെണ്ണിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കി വെച്ചോ. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി സെറ്റ് ചെയ്യാം. അതുപോലെ അവർക്കും ചോദിക്കാം. അവർക്കും ഓരോ കോൺസെപ്റ്റ് ഉണ്ടാവല്ലോ. അങ്ങനെ എല്ലാവരുടെ കയ്യിൽ ഗേൾസിന്റെ കയ്യിൽ ബലൂൺ കൊടുക്കും. ഒരു ടീം ഗേൾസിന്റെ കയ്യിൽ ബലൂൺ കൊടുക്കും. ലാസ്റ്റ് ആരെയാണ് പൊട്ടാത്തത് അതായിരിക്കും എന്റെ മാച്ച്. അവർക്കത് പൊട്ടിക്കാൻ പറ്റും. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഓക്കെ അല്ലേ? നമ്മളിപ്പോ മറൈൻ ഡ്രൈവിലാണുള്ളത് അല്ലേ? നമ്മള് അവരെ പറ്റിയൊരു ഗ്യാങ്ങിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അഫ്താബിന് പറ്റിയൊരു ഗ്യാങ്ങിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അഫ്താബ് കൊറേ പറയുന്നു. അപ്പൊ വെച്ചുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കും. അഫ്താബ് വെച്ചിട്ട് വരെ ഫോട്ടോ ഉണ്ടാക്കി ക്ലോസ് ഫ്രണ്ട്സിലായിട്ട് ഇടുകയാണല്ലേ? വെച്ചിട്ട് ഒരു പെൺകുട്ടീനെ ഉണ്ടാക്കി ക്ലോസ് ഫ്രണ്ട്സിന്. റിയാലിറ്റി എന്താന്ന് വെച്ചാ അഫ്താബിന് സെറ്റ് ആവാൻ പെണ്ണ് ആരുടെ നടക്കുക. അത് ഒറിജിനലാണ്. അഫ്താബ് ഏതോ പെൺകുട്ടീന്റെ വെച്ചുണ്ടാക്കിട്ട്. ഏതോ പെൺകുട്ടിയല്ല, എനിക്ക് അത്യാവശ്യം എന്ത് അറിയുന്നൊരു ആ പെൺകുട്ടിയാണെങ്കിൽ ഒരുത്തന്റെ ഒപ്പം നടക്കുവോ? അനാവശ്യം പറയത് എനിക്ക് ഇഷ്ടല്ലേ. ഏതോ വെച്ചുള്ള പെൺകുട്ടിയാ സംഭവം. മുഖത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോക്കാ ഗൈസ്. ഇവന് ആരാണ് മേച്ചാവാന്ന് എനിക്കൊരു പിടുത്തില്ല. കാര്യം ഇവൻ വളവള പറയുന്ന ഒരുത്തനാണ്. ഇവനെ പറ്റിയിട്ട് അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം, നല്ല മനുഷ്യൻ. പറയുമ്പോ അതും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലൂൺ പൊട്ടിക്കൂട്ടാ. മോനെ പക്കായിട്ട് ഫുൾ മൈൻഡ് ഔട്ട് ആയിട്ടല്ല, മൈൻഡ് ഫ്രീ ആയിട്ട് ഞാൻ പോണേ. നോക്കാം ഗൈസ്, നോക്കാം. നല്ല തന്നെ. എന്താ വിശേഷം? ഞങ്ങള് ചെറിയൊരു വ്ളോഗ് പോലെ പോയിട്ട് വരാം. നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ്, ഞാൻ ഓൾറെഡി അവരെ പരിചയപ്പെട്ട് ബലൂണൊക്കെ കൊടുത്തുവിട്ട കയ്യില്. ഐഡിയ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ആളെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിക്കാം. എന്നിട്ട് ആളെ ആൻസർ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബലൂൺ പൊട്ടിക്കാം. ഓക്കെ അല്ലേ? ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. അസ്താബേ വാടാ. എന്റെ കൂടെ 5 സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. അതുപോലെ നമ്മുടെ സ്വന്തം അഫ്താബും ഉണ്ട്. ഓക്കെ, സുന്ദരനായ അഫ്താബ്. അപ്പൊ ക്വസ്റ്റ്യൻ അവര് 5 പേര് 5 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കും. അപ്പൊ അതിനുള്ള ആൻസർ നീ പറയണം. അപ്പൊ ലാസ്റ്റ് ആരെ കയ്യിലാണോ ബലൂൺ പൊട്ടാതിരിക്കുന്നത് അവരായിരിക്കും എനിക്ക് മാച്ച് ആവുക. നീ റെഡിയാണോ? മാച്ച് പറഞ്ഞാൽ ജസ്റ്റ് മാച്ച് ആവാന്ന് ഉദ്ദേശിച്ച്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായ മേടിച്ചുതരാം. 2 മാച്ച് ആൾക്കാർക്ക് ഞാൻ അവിടെ ചായ മേടിച്ചുതരാം. ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങിക്കോ. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങാം. ചോദിച്ചോ, എന്താ ചോദിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം ഗേൾ ഫ്രണ്ടും സിസ്റ്ററും ആണ്. അപ്പൊ അവർക്ക് ഗേൾ ഫ്രണ്ടും സിസ്റ്ററും അപ്പം അവർ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവർക്ക് ഒരു കാര്യം വേണമെന്ന് പറയുവാണ്. അപ്പൊ ആദ്യം ആർക്കാ മേടിച്ചു കൊടുക്കുക? കോംപ്ലിക്കേറ്റഡ് ആയോ? ഇല്ലല്ലോ, ഗേൾ ഫ്രണ്ടും സിസ്റ്ററും നല്ല കമ്പനിയാണ്. അതിലൊരാൾ സാധനം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ആർക്ക് മേടിച്ചു കൊടുക്കാം? രണ്ടുപേരും ഒരേ സാധനം പറയുന്നത്. ആർക്കായിരിക്കും ആദ്യം മേടിച്ചു? സിസ്റ്റർ. ഓക്കെ, ആള് പൊട്ടിച്ചു. എന്താണ്? ഫാമിലീസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരാള് 2 പേര്, ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഒരു ലവറും ഇവിടുന്ന് ചാടുക. അപ്പൊ ആദ്യം ആര് രക്ഷിക്കും? എന്റെ ബെസ്റ്റ് ഫ്രണ്ടും അങ്ങനെയാണോ? ഗേൾ ഫ്രണ്ടും. എന്റെ ബെസ്റ്റ് ഫ്രണ്ടും അവന്റെ ഗേൾ ഫ്രണ്ടും. ഒരു ബെസ്റ്റ് ഫ്രണ്ടും ചേട്ടന്റെ ഗേൾ ഫ്രണ്ട് തന്നെ. ലവർ ചേട്ടന്റെ ലവറും ഒരു ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ചാടി. അപ്പൊ ആരെ ഫസ്റ്റ് രക്ഷിക്കും? ബെസ്റ്റ് ഫ്രണ്ടിനെ രക്ഷിക്കുള്ളൂ. ബെസ്റ്റ് ഫ്രണ്ടിനെ രക്ഷിക്കുള്ളൂ. പൊട്ടിക്കണില്ല. ഓക്കെ, ഇപ്പൊ കെട്ടാൻ പോകുന്ന ആളെ പറ്റിയുള്ള കോൺസെപ്റ്റ് എന്തൊക്കെയാ? പൊട്ടിക്കാത്ത ആള് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വരുമോ? ട്രസ്റ്റ് ആണ് മെയിൻ. ട്രസ്റ്റ് വർത്തി.
പിന്നെന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒന്നുകൂടി? കെട്ടാൻ പോകുന്ന ആളെ പറ്റിയുള്ള കോൺസെപ്റ്റ് എന്തായിരുന്നു? ട്രസ്റ്റ് വർത്തി, പിന്നെ റെസ്പെക്ട് ഈച്ച് അതർ. രണ്ടുപേരും റെസ്പെക്ട് ചെയ്യുക, അവരെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാം. അഫ്താബ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. ഇപ്പം ഗേൾ ഫ്രണ്ടിനെ കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഗേൾ ഫ്രണ്ടിനെ ഒറ്റയ്ക്ക് എവിടെങ്കിലും ടൂർ പോകാനൊക്കെ സമ്മതിക്കുമോ? സമ്മതിക്കുക. ഇനിയിപ്പോ എന്താ പോയിക്കോട്ടെ, എവരി വൺ ആസ് എ ഫ്രീഡം എന്നല്ലേ. ഇപ്പൊ ബെസ്റ്റിയുടെ കൂടെ കൂട്ടത്തിൽ പോകാനാണെങ്കിൽ കൂടെ കുറച്ച് വിഷയമാണ്. പക്ഷെ നമ്മ ഓൾറെഡി ഒരാള് ഇതിൽ നിക്കണല്ലേ, അപ്പൊ ഒരാളെ ട്രസ്റ്റ് കളഞ്ഞ് വേറെ ഒരാളോട് പറയാൻ ബെസ്റ്റിന്റെ കൂടെ വിടില്ല. വിടൂല, എന്തിനു വിടണം? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ ഇഷ്ടം? എന്റെ ഭാവി വധുവാൻ ഓ അങ്ങനെ ഏതായാലും പ്രശ്നമില്ല. ബോത്ത്. ആ ഓക്കെ. ലോങ് ഹെയർ. ലോങ് ഹെയർ പൊട്ടിക്കണ ഇഷ്ടമല്ല ലോങ് ഹെയർ. ലോങ് ഹെയർ ഇഷ്ടമല്ല? അപ്പൊ പൊട്ടിച്ചോ. എനിക്ക് പേടിയാ. പേടിയാ? ഓക്കെ, അപ്പൊ ഇപ്പൊ ബാക്കിയുള്ള 3 പേരാണ് ഇപ്പൊ ഇവിടെ പൊട്ടിക്കാത്തുള്ളത്. ഓക്കെ, ഒന്ന് ലൈനപ്പ് ചെയ്യാം. അല്ല, ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഓരോരുത്തർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഓപ്ഷൻ കൊടുത്തു. അതില് 5 പേരും ക്വസ്റ്റ്യൻ ചോദിച്ചു, പക്ഷെ പൊട്ടിക്കാത്തവരാണ്. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം, അഫ്താബ് അവരോട് ചോദിച്ചോ ക്വസ്റ്റ്യൻ, കോമൺ ക്വസ്റ്റ്യൻ ചോദിച്ചോ. അതിലുള്ള 3 പേരെ ആൻസർ കേട്ടതിന് ശേഷം നിനക്ക് വേറെ പൊട്ടിക്കാം 3 പേരിലെ ആളെ. ഓക്കെ, പറഞ്ഞു ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കാം, ലൈക്ക് ആ ബോയ് ഫ്രണ്ടിനോടാണോ അതോ ബെസ്റ്റിനോടാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക? രണ്ടുപേർക്കും. ബോയ് ഫ്രണ്ട്. ഓക്കെ, ബോയ് ഫ്രണ്ട്. പൊട്ടിക്കണില്ലല്ലോ. ബോയ് ഫ്രണ്ട്. ബോയ് ഫ്രണ്ട്. ആരെങ്കിലും പൊട്ടിക്കണ്ട? ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ. വേറെ ഇപ്പം ചോദിക്കോ? ആ വേറെ ചോദിക്കാൻ. ഇപ്പോ 2 ലവേഴ്സ് തമ്മിൽ ഇഷ്ടത്തിലാണ്. 2 പേര് 2 പേര് തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പൊ ലൈക്ക് അവരെ വീട്ടിൽ നിന്ന് സമ്മതിക്കണല്ലോ. അപ്പൊ ഞങ്ങൾ വീട്ടുകാരെ ഒഴിവാക്കിയിട്ട് പോവോ, അവരോട് വീട്ടുകാരുടെ സമ്മതം ഇല്ലാണ്ട് പോവോ? ഒന്നുകൂടി കേട്ടില്ലേ? അവരുടെ സമ്മതത്തോടെ പോവുള്ളൂ. ഓക്കെ, അവരുടെ സമ്മതത്തോടെ പോകത്തുള്ളൂ. അവരുടെ ഇഷ്ടത്തോടു കൂടി കെട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല, ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. വിവാഹം കഴിഞ്ഞ് എത്ര പിള്ളേര് വേണമെന്നാണ് ആഗ്രഹം? അത് അനക്കോ എത്ര പിള്ളേരാ അതനുസരിച്ച് പൊട്ടിച്ചോടാ. ഓക്കെ, 2. അത് അപ്പോഴത്തെ ഇതല്ലേ. ഒരു എമൗണ്ട് പറഞ്ഞു, ചെറിയൊരു ഇത് പറഞ്ഞു. 1 1 2 2 1 2 2. ഇത് പൊട്ടിക്കാം. എന്ത് 1 മതിയാ? 2 പൊട്ടിച്ചോ. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിൽ 2 പേരെ പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങളാണ് ഇപ്പൊ മാച്ച് ആയിരിക്കുന്നത്. പരിചയപ്പെട്. എന്ത് പേര്? അക്ഷരം. ഓക്കെ, മാച്ചായി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായ മേടിച്ചാലോ, അത് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനും കുടിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മാച്ച് ആയിട്ടുള്ള ആളുകളെ കിട്ടിയിരിക്കുകയാണ്. ഒരു ഹായ് കൊടുത്തോ. ഹായ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൊടുത്തോ. അഫ്താബ് സെക്കൻഡ് പാർട്ടിനുണ്ടോ? ഇല്ലല്ലോ, അഫ്താബിന്റെ കിളി പോയി. അപ്പൊ ഇനി അടുത്ത വേറൊരാളായിട്ടായിരിക്കും ഞാൻ ഫൈൻഡ് മാച്ച് കൊണ്ടുവരിക. അപ്പൊ ക്വസ്റ്റ്യൻസ് കുറെ കമന്റ് ബോക്സ് ഇട്ടോ. നമുക്ക് ഇവരെ പരിചയപ്പെടാട്ടോ. പേര്? അക്ഷര. ശ്രീലക്ഷ്മി. അശ്വതി. ദേവു. അനാമിക. ഞങ്ങളെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് നമുക്കൊരു ടീമിനെ വേണം. നമ്മൾ വരുമ്പോൾ ഒക്കെ 2 പേരൊക്കെ ഉള്ള ടീമിനെ കണ്ടത്. പക്ഷെ ഇവരോട് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു, സപ്പോർട്ടായി വന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എവിടെ? കോട്ടയംകാരാണോ നിങ്ങളെല്ലാവരും? എനിവേ, താങ്ക് യു സോ മച്ച്. ബൈ. ഒരു ഹായ് കൊടുത്തു.